ഞാൻ എത്ര പോരാ, ഇങ്ങനെ നിരന്തരം ചിന്തിക്കാറുണ്ടോ നിങ്ങൾ? ഈ തോന്നൽ നിങ്ങളുടെ കുഴപ്പം കൊണ്ടാവണമെന്നില്ല. പവർ ആർക്കി എന്ന് കേട്ടിട്ടുണ്ടോ? പവറിന്റെ ഹയറാർക്കി, അതായത് നമ്മൾ ഡെയിലി ലൈഫിൽ നേരിടുന്ന ചെറിയ ചെറിയ വിവേചനങ്ങൾ, അടിച്ചമർത്തലുകൾ, ഇതൊന്നും അത്രയ്ക്കൊന്നും ചെറുതല്ല. എക്സാമ്പിൾ, റേസിസ്റ്റ് ജോക്ക്, സെക്സിസ്റ്റ് കമന്റ്സ്, ഇങ്ങനെ ഡെയിലി ഒരു ചെവിയിലൂടെ കേട്ട് മറ്റേ ചെവിയിലൂടെ കടന്നു പോകുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ. ഇവയിൽ പലതും നമ്മൾ ജീവിക്കുന്ന സിസ്റ്റത്തിന്റെ ഇവിടെ നിലനിൽക്കുന്ന അൺഈക്വൽ പവർ ഹയറാർക്കിയുടെ ഭാഗമാണ്. എന്ന് വെച്ചാൽ എന്താണ്? സിമ്പിൾ ആണ്. സമൂഹത്തിന്റെ മോശം കാഴ്ചപ്പാടുകൾ സമൂഹത്തെ മൊത്തത്തിൽ മാത്രമല്ല ബാധിക്കുന്നത്, വ്യക്തിപരമായി നമ്മൾ ആലോചിക്കുന്ന കാര്യങ്ങളെയും നമ്മളെ പറ്റി നമുക്കുള്ള ധാരണകളെ വരെയും ബാധിക്കുന്നുണ്ട്. ഇവയെ മറികടക്കാൻ പ്രധാനമായും ചെയ്യേണ്ടത് കൂടുതൽ ആൾക്കാരുമായി കണക്ട് ചെയ്യുക, ലോകത്തെ കൂടുതൽ എംപത്തറ്റിക് ആയി നോക്കിക്കാണുക. നിങ്ങളുടെ മാതാപിതാക്കൾ വ്യത്യസ്തമായ ഭാഷകൾ സംസാരിക്കുന്നവരാണെന്ന് സങ്കല്പിക്കുക. സേ ഫോർ എക്സാമ്പിൾ, മലയാളവും കന്നഡയും. നിങ്ങൾക്ക് നന്നായി അറിയാവുന്ന ഭാഷ ഇംഗ്ലീഷാണ്. മറ്റു രണ്ട് ഭാഷകളും നിങ്ങൾക്ക് കുറച്ചറിയാം. എന്നാൽ രണ്ട് ഭാഷകളും നന്നായി അറിയുകയുമില്ല. മലയാളിയാണോ കന്നഡികയാണോ എന്നിങ്ങനെ കോളം തിരിച്ചുള്ള ചോദ്യങ്ങൾക്ക് മുന്നിൽ നിങ്ങൾക്ക് ഉത്തരമില്ലാതെ വന്നേക്കാം. ഇതുപോലെ നാഷണാലിറ്റിയുടെ കാര്യത്തിലും ജെൻഡറിന്റെ കാര്യത്തിലുമൊക്കെ സമൂഹം കൽപ്പിച്ച ഡെഫിനിഷൻസിലേക്ക് ഫിറ്റ് ആവാത്ത ആൾക്കാരുണ്ട്. ഇത്തരം നിർവചനങ്ങൾ ഒരു ബേസ് ഉണ്ടാക്കാൻ നല്ലതാണെങ്കിലും നമ്മൾ ആരാണ് എന്ന് സ്വയം മനസ്സിലാക്കുന്നതിൽ നിന്നും സ്വയം അടയാളപ്പെടുത്തുന്നതിൽ നിന്നും നമ്മളെ നിയന്ത്രിക്കുന്ന അവസ്ഥ നല്ലതല്ല. പ്രധാന പ്രശ്നം, ഇത്തരം സ്ട്രക്ചറുകൾ നമ്മെ ഏതെങ്കിലും ഒരു കോളത്തിലേക്ക് ബലമായി പിടിച്ചിടാൻ ശ്രമിക്കും. ഇത് ഇൻഇക്വാലിറ്റി ഉണ്ടാക്കും. വ്യത്യസ്ത ഐഡന്റിറ്റി ഉള്ള ആൾക്കാരെ ചേർത്ത് നിർത്താനും സമൂഹത്തെ ഇത്തരം കാര്യങ്ങളിൽ ബോധവൽക്കരിക്കാനും ഇന്ന് പലതരത്തിലുള്ള സോഷ്യൽ മൂവ്മെന്റ് ഉണ്ട്. എല്ലാവരെയും ഉൾക്കൊള്ളുന്ന, എല്ലാവരെയും തുല്യരായി കാണുന്ന ആരോഗ്യകരമായ സമൂഹമാണ് നമുക്ക് ആവശ്യം. ആദ്യം ആരോഗ്യം.